തന്നെ കയ്പൊന്നുമില്ലാതെ നല്ല അടിപൊളി സ്റ്റൈലിൽ നമുക്ക് പാവക്ക ഇതേപോലെ ചെറുതായി അരിഞ്ഞ് നല്ല റെസിപ്പി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു പാവക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കയ്പക്ക എന്നാണ് പറയുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ 2-3 പാവക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത പാവക്ക, 2 തക്കാളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, അത് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിർത്തെടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. പാൻ ചൂടായത് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഓയിൽ കുറച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പാവക്ക ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു നല്ല എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഏകദേശം ഈ ഒരു പരുവത്തിലാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ച കളറൊക്കെ മാറി ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. വേറെ എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ അതേ നല്ല എണ്ണയിൽ തന്നെ 1/4 ടേബിൾ സ്പൂൺ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഇതൊന്ന് കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പഴുത്ത തക്കാളി ആകുമ്പോൾ വേഗം നമുക്ക് ഇതേപോലെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഴുത്ത തക്കാളി ഉപയോഗിക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറീൻ്റെ കളറൊക്കെ ഏകദേശം റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കയ്പക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാവക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പാവക്കയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ പാവക്ക നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കയ്പൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പുറത്ത് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പാവക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.